വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഓവർനൈറ്റ് ഓട്സ് റെസിപ്പിയാണ്. അത് നമുക്കിപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നവർക്കായാലും അല്ലെങ്കിൽ ഹെൽത്ത് വളരെയധികം ശ്രദ്ധിക്കുന്നവരായാലും ഡയറ്റിലുള്ളവർക്കും ഒക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. പിന്നെ അത് കൂടാണ്ട് ഇതിന് കുറേ ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിന്. ഫൈബർ കണ്ടന്റ് ആയാലും പ്രോട്ടീൻ ആയാലും കാൽഷ്യം ആയാലും അങ്ങനെ പല പല ഗുണങ്ങൾ നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിലോ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ സമയം കിട്ടത്തില്ല. പക്ഷെ അന്നേരം നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെ ഓവർനൈറ്റ് ഓട്സ് റെസിപ്പി. കാരണം നമുക്കിത് രാത്രി റെഡിയാക്കി വെക്കാൻ പറ്റും. രാത്രി റെഡിയാക്കി വെച്ച് രാവിലെ നമുക്ക് ജസ്റ്റ് അത് എടുത്തിട്ട് പോയാൽ മതി. നമുക്ക് ഓൺ ദ വേ കഴിക്കാം, ജോലിക്ക് പോണ വഴിക്ക് കഴിക്കാം, അല്ലെങ്കിൽ പോയിട്ട് കഴിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പം നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയറിലേക്ക് കിടക്കാം കേട്ടോ. അപ്പം നമുക്കിപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ജാറ് തന്നെ വളരെ ഫുൾഫില്ലിംഗ് ആണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ കുറേ പേർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കൊരു അല്ലാത്ത വലിയ പാത്രത്തിനകത്ത് ഇതിൻ്റെ ഡബിൾ എത്ര ആൾക്കാരാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. അപ്പോൾ നമുക്കിപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഓട്സ് ഒരു 3-4 സ്പൂൺ എടുക്കാം. ഈ വലിപ്പം സ്പൂണാണേ. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഇവിടെ റോൾഡ് ഓട്സ് ആണ്. ഇപ്പം ഞാൻ ഇതിനകത്തൊരു 3-4 സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വേണ്ടത് ചിയ സീഡ്സ് ആണ്. ഈ ഓട്സും ചിയ സീഡും കൂടെ മിക്സ് ആകുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് കൂടുതൽ കിട്ടുക. കാരണം ഇതിനകത്ത് രണ്ടിനും നമുക്ക് ഫൈബർ കൂടുതലുണ്ട്. ഫൈബർ കണ്ടൻറ്റ് ഉള്ളപ്പോൾ നമുക്ക് പെട്ടെന്ന് വിശക്കൂല. അതുകൊണ്ടാണ് നമുക്കിത് വെയിറ്റ് ലോസിന് കൂടുതലും ഹെൽപ്പ് ചെയ്യണത്. കാരണം ഫൈബർ ഉള്ളപ്പോൾ നമുക്ക് ഒരു കുറേ സമയത്തേക്ക് നമുക്ക് വിശക്കുകയില്ല. നമ്മൾ ഫുള്ളായിട്ട് ഇരിക്കുന്നത് പോലെ തന്നെ നമുക്ക് തോന്നും. ഇത് കൂടാണ്ട് തന്നെ ഈ ഫുള്ളായിട്ട് ഇരിക്കുന്നത് മാത്രമല്ല, അതല്ലാണ്ട് നമുക്ക് കുറേ അല്ലാത്ത ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്. ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ നല്ലതാണ്. കോൺസ്റ്റിപ്പേഷൻ ഇതിനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക്. ഇനി അടുത്തത് നമുക്ക് ഇതിനകത്ത് കുറച്ച് തൈര് ആഡ് ചെയ്യാം. ഇപ്പോൾ തൈര് ആഡ് ചെയ്യുമ്പോൾ കുറേ പേര് ചോദിക്കുന്ന നമുക്ക് ഈ പാലും തൈരും എങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്യാമെന്ന്. കാരണം ഈ പാലും തൈരും കൂടെ ഒരുമിക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിന് കുറേ അല്ലാത്ത ഗുണങ്ങളുണ്ട്. ലൈക്ക് തൈരിനകത്ത് നമുക്ക് വേണ്ട നമ്മുടെ ഗട്ട് ഹെൽത്തിന് സഹായിക്കുന്ന പ്രോബയോട്ടിക്സ് ഉണ്ട്. അതുകൂടാണ്ട് കാൽഷ്യം, പ്രോട്ടീൻ, അത് അളവ് നല്ലോണം ഉണ്ട് അതിൽ. അതും അതിൻ്റെ കൂടെ തന്നെ പാലിനകത്തും കാൽഷ്യം ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒക്കെ കൂടി ചേരുമ്പം നമ്മുടെ ബോൺ ഹെൽത്തിനെ ആയാലും അങ്ങനെ കുറേ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് പാലും കൂടെ ആഡ് ചെയ്യാം. ഞാൻ പാൽ കുറച്ച് കൂടുതൽ, എനിക്ക് ഇച്ചിരി വാട്ടറി കൺസിസ്റ്റൻ്റ് ആണ് ഇഷ്ടം. ഇത് ഞാൻ ഇപ്പം നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ മിക്സ് ആക്കിയപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഇതിന് സോക്ക് ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഇത് തിക്കാവും. കാരണം ഓട്സും ചിയ സീഡ്സ് എല്ലാം സോക്ക് ആയി കഴിയുമ്പോൾ ഒന്നുകൂടെ ഇത് തിക്കാവും. അപ്പോൾ ഞാനകത്ത് കുറച്ചുകൂടെ പാൽ ആഡ് ചെയ്യുകയാണേ. ഇനി നമുക്കിത് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പം ഞാനിത് സോക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണേ. അതാണ്ട് ഇങ്ങനെയാണ് ഒരു കൺസിസ്റ്റൻസി നമ്മുടെ. അപ്പോൾ ഇനി സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ആഡ് ചെയ്യാനുള്ളത് നമുക്ക് പിന്നെ കാണാം. അപ്പം നമ്മുടെ സോക്ക് ചെയ്ത ഓട്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എന്തൊക്കെയാണ് ആഡ് ചെയ്യാനുള്ളത് നോക്കാം. ഇതിപ്പോൾ ഞാൻ വെച്ചേക്കുന്ന സാധനം തന്നെ സെയിം നിങ്ങളൊക്കെ ഇടണം എന്നില്ല കേട്ടോ. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് എന്താണുള്ളത് അതിട്ടാൽ മതി. ഇപ്പം ഞാൻ ഇടുന്നതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് ഫ്രൂട്ട്സ്, ആപ്പിളും പോമഗ്രാനൈറ്റ്, ബനാന, ഈ 3 ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇത് നിങ്ങളുടെ അക്കോർഡിംഗ്ലി നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാൻ കുറച്ച് ആപ്പിൾ ഇട്ടു, ലേശം ബനാന, നമ്മുടെ പോമഗ്രാനൈറ്റ്. ഇനി ഇതിലേക്ക് നമ്മുടെ കുറച്ച് സീഡ്സ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ സീഡ്സ് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ പംകിൻ സീഡ്സും സൺഫ്ലവർ സീഡ്സും പിന്നെ കുറച്ച് മിക്സ് ആയിട്ടുള്ള നട്ട്സാണ്. ഇതിൽ നമുക്ക് വാൾനട്ട് ഉണ്ട്, നമ്മുടെ റേസിൻസ് ഉണ്ട്, കാഷ്യൂനട്ട് ഉണ്ട്, പിസ്ത ഉണ്ട്. അങ്ങനെ മിക്സ്ഡ് ആണ്. അതും നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്യാം.
അതുകൊണ്ടാണ് ഇത് ഇത്രയ്ക്ക് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളത്. കാരണം നമുക്ക് സീഡ്സിൽ നിന്നൊക്കെ നമുക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ ഹെൽത്തിന്. ഇപ്പം ഗേൾസിനൊക്കെ ആയാലും നമുക്ക് ഈ പീരിയഡ് സംബന്ധമായ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ നമ്മളെ കുറേ ഒക്കെ ഹെൽപ്പ് ചെയ്യണമെന്നാണ് നമ്മുടെ ഈ സീഡ്സും നട്ട്സിൽ നിന്ന് നമുക്ക് ഹെൽത്തി ഫാറ്റ്സ് കിട്ടും. നമ്മളിപ്പോൾ എത്ര വെയിറ്റ് ലോസ് ആണെങ്കിലും നമുക്ക് അതിനകത്ത് ഫാറ്റ്സിൻ്റെ ഇൻക്ലൂഡ് വേണം എന്തായാലും നമ്മുടെ ഹെൽത്തിന്. അപ്പോൾ അതൊരു ഹെൽത്തി വേയിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട രീതി ഇതൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പം ഇനി നമുക്കിത് ഡയറക്റ്റ് കഴിക്കാൻ റെഡി ആയിട്ടോ. നമുക്ക് എപ്പോഴാണ് നമ്മൾ കഴിക്കുന്നത് അന്നേരം നമ്മൾ ഇതിനകത്തേക്ക് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് കൺസ്യൂം ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ഒരു രീതി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കൂലേ, അന്നേരം തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഫ്രൂട്ട്സും സീഡ്സും ഒക്കെ ഇതിലേക്ക് ഇട്ട് നമുക്ക് സോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അന്നേരം ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. പിന്നെ ഇതിലേക്ക് സ്വീറ്റിനായിട്ട് ഞാൻ ഇച്ചിരി ഹണിയാണ് ആഡ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ഒന്നെങ്കിൽ ഹണി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പീനട്ട് ബട്ടർ ആഡ് ചെയ്യാം. ഇത് രണ്ടും നല്ലതാണ് കേട്ടോ. പിന്നെ സ്വീറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫ്രൂട്ട്സിൽ നിന്നും കുറച്ച് അത്യാവശ്യം മധുരം കിട്ടും. നമുക്കിത് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് നമുക്കിനി കഴിക്കാം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചുല്ലോ, അന്നേരം തന്നെ നമുക്ക് ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് സോക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം രണ്ടും എളുപ്പമാണ്. ഇതിപ്പോൾ രാവിലെ നമ്മൾ കഴിക്കാൻ നേരത്ത് പെട്ടെന്ന് നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ അരിഞ്ഞിടണം. അത് ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ് തരുന്നത്. ബട്ട് ബിസി ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ രാവിലെ പെട്ടെന്ന് ജോലിക്ക്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനോ അത് റെഡിയാക്കാനുള്ള സമയം ഇല്ലാത്തവർക്ക് രാത്രി തന്നെ നമുക്കിതെല്ലാം ഒരുമിച്ച് സോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. രണ്ടും നമുക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് തരുന്നതും ഗുണങ്ങളും തരുന്നത്. അപ്പം ഇവിടെ നമ്മുടെ ഓവർനൈറ്റ് ഓട്സ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിലൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിലും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.